ഫ്രണ്ട്സ് വല്ലതാണ് ഇന്നോട് കാണിക്കുന്ന ഒരു ക്രാങ്കാണ്. അതേമാതിരി അതിൻ്റെ കണക്ടർ റോഡാണ്, ഫ്ലോട്ടിംഗ് ബുഷാണ്, പിന്നാണ്. 3 സാധനങ്ങളാണത്. അപ്പോൾ ഈ വണ്ടി തോന്നുന്നു 2010 മുന്നുള്ള വണ്ടിയാണ്. 2008-9 വണ്ടിയാണത്. 2026 ഇപ്പോഴത്തെ വർഷം. 16, 17, 18 വർഷത്തോളം ഈ വണ്ടി ഓടുന്നുണ്ട്. ഇപ്പോഴാണ് വണ്ടി ഫസ്റ്റ് ടൈം ഞാൻ ഇതിൻ്റെ ക്രാങ്ക് മേടിച്ചത്. ഫസ്റ്റ് ടൈം ഐസിലുള്ള വണ്ടി. ഫ്ലോട്ടിംഗ് ബുഷ് പോയത് നല്ല അടി വന്നു. അപ്പം അയച്ചു നോക്കുമ്പോഴുള്ള സംഗതിയാണത്. നോക്കട്ടോ, ഇതാണ് ഫ്ലോട്ടിംഗ് ബുഷ് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ഈ ഫ്ലോട്ടിംഗ് ബുഷ്. ഇതാണ് പിന്നെ വരുന്നത്. ഇതിനുള്ള പ്ലേ നോക്കുക, കണ്ടില്ലേ? ഇത്രത്തോളം ശരിക്കും ഉള്ളിലെ ഭാഗം അരഞ്ഞങ്ങ് പോയിട്ടുണ്ട്. അരഞ്ഞു പോയി മാത്രമല്ല, ഈ ഫ്ലോട്ടിംഗ് ബുഷിൻ്റെ ഹോള് കംപ്ലീറ്റ് ഇത് ഗ്രൈൻഡ് ആയിട്ട് അടഞ്ഞു പോയിട്ടുണ്ട്. പാർഷ്യലി മാത്രമേ ഈ ഒരു സംഗതി ഓപ്പൺ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കഴിഞ്ഞാൽ സംഭവിക്കുക എന്താ വെച്ചാൽ, റോക്കറിലേക്ക് ഓയിൽ സപ്ലൈ ഉണ്ടാവില്ല, പിസ്റ്റണിലേക്ക് ഓയിൽ സപ്ലൈ ഉണ്ടാവില്ല, കുറേ വേണ്ടത്ര ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. വണ്ടി കംപ്ലീറ്റ് സ്റ്റക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്ലോട്ടിംഗ് ബുഷ് പോയി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം കേട്ടോ. കാരണം കംപ്ലീറ്റ് ഇതിൻ്റെ പൗഡറായിരുന്നു എഞ്ചിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ, അതല്ല ഇപ്പോഴത്തെ വിഷയം. അപ്പം ഇത് ഞാൻ ചെയ്തേക്കുന്ന പണി എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഫ്ലോട്ടിംഗ് ബുഷ് പോയി കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബുഷ്, ക്രാങ്ക് പിന്ന്, ക്രാങ്ക് ബെയറിംഗ്, പുതിയ മോഡൽ CUC എഞ്ചിൻ വരുന്ന സമയത്ത് ഇത് ബെയറിംഗ് ആണ് ഉണ്ടാവുക. ഈ ഒരു സാധനം ബെയറിംഗ് ആണ് ഉണ്ടാവുക. ഈ ഒരു ബുഷ് അല്ല ഉണ്ടാവുക. ഈ പിന്നും ബെയറിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പഴയ മോഡലിൽ വരുന്ന ബുഷാണ്. ഈ ബുഷിൻ്റെ ഇതാണ് ഫ്ലോട്ടിംഗ് ബുഷ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഓയിൽ സർക്കുലേഷൻ ആണ്. ഇതാണ് ഈ ക്രാങ്കിൻ്റെ ഉള്ളിലൂടെ ഓയിൽ വന്നിട്ട് അങ്ങേ സൈഡിലൂടെ ഓയിൽ കയറിയിട്ട് ഇതിൻ്റെ ഇടയിലൂടെ ഓയിൽ പുറത്തേക്ക് തെറിപ്പിക്കുന്ന സാധനം ഈ ഹോളാണ്. അപ്പോൾ ഈ ഹോള് ചില ആളുകൾ നല്ലോണം വെട്ടൊക്കെ ഇട്ട് നല്ല ഗ്രൂ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഓയിൽ സർക്കുലേഷൻ ഉണ്ടാക്കി എടുക്കുന്ന ആളുകളുടെ ഓയിൽ സർക്കുലേഷൻ ഉള്ളിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പണി അറിയുന്നവർക്കറിയാം. ഞാൻ ആരെയും പണി പഠിപ്പിക്കുന്നൊന്നല്ല കേട്ടോ. എന്താണ് ഓയിലായിട്ടോ പിന്നെ കംപ്ലീറ്റ് കൂടുതലായിട്ട് ഓയിൽ ഇതിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെറ്റ് സമ്പിങ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള വണ്ടിക്ക് ഇപ്പോഴും ഇന്ന് രാവിലെ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് വന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു പ്രശ്നം വെറ്റ് സമ്പിങ് എന്ന് പറഞ്ഞാൽ ഓയിൽ 2 ദിവസം ഒരു 3 ദിവസം നിർത്തിയിട്ടാൽ മതി. ഈ ഒരു സംഗതി ഇതിലേക്ക് ഓയിൽ നിറയും. ഓയിൽ നിറഞ്ഞിട്ട് പിന്നെ ബ്രീത്തറിലൂടെ ഓയിൽ തെറിക്കുക. അതേമാതിരി പിസ്റ്റൺ സ്മോക്ക് ഓയിൽ ക്രാങ്ക് കേസിൽ കൂടുതലായി കഴിഞ്ഞാൽ പിസ്റ്റണിലെ റിങ്സിനുള്ളിലൂടെ ചിലപ്പോൾ അടിച്ച് കയറാൻ സാധ്യത കൂടുതലാണ് പ്രഷർ കൂടുമ്പോൾ. അപ്പോൾ സ്മോക്ക് വരെ ഈ 2 വിഷയങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പണിയാണ് പറയുന്നത്, എല്ലാവരും ചെയ്യണം എന്നുള്ളതല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഗതി ചെയ്യുന്നത് ലൈറ്റിൽ കൊടുത്തിട്ട് അവരുടേതായ സംഗതി പിച്ചള എന്ന് പറഞ്ഞ ഗൺമെറ്റിൽ എന്നുള്ള സംഗതി പിച്ചള അല്ല ഗൺമെറ്റിലാണ്. പിച്ചള ഇട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, എന്നെ കണ്ടിട്ടില്ല. അപ്പം ആ ഗൺമെറ്റിൽ കടഞ്ഞെടുത്ത് ഇതിലേക്ക് കൊള്ളിച്ചിട്ട് ഈ കണക്ടറോട് സെറ്റ് ചെയ്യാൻ നമുക്ക് തരുന്നത്. അപ്പം അവർ ഓയിൽ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഗ്രൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് ഷാറായി ഓയിൽ പമ്പ് ചെയ്താൽ ജസ്റ്റ് ഓയിൽ ശരിക്കും ഉള്ളിൽ കടിച്ച് കയറുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിട്ട് ഞാൻ മിക്കവാറും തരുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് ഈ ബുഷ് ഇടുന്നില്ല എന്ന്. കമ്പനി തരുന്ന സാധനങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ഒഴിവാക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ അതിൽ യാതൊരു ബെനിഫിറ്റ് ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, ഇത് 16 വർഷം ഓടിയിട്ടുണ്ട് വണ്ടി. 16 വർഷം ഓടിയിപ്പോഴാണ് വണ്ടി എഞ്ചിന് കണക്ടറോട് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പം ഈ ഒരു സംഗതി നമ്മൾ ഈ ഗൺമെറ്റിൽ കടഞ്ഞിട്ട വണ്ടി എത്ര വർഷം ഓടിയിട്ടുണ്ട്. ഗൺമെറ്റിൽ കടഞ്ഞിട്ട് എത്രയും നമ്മൾ ഭയങ്കര ഈ ഒരു സാധനത്തിനെ തള്ളി അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ഒരു കണക്ടറോട് മാത്രം എടുത്ത് ഇതിന് നമ്മൾ ബുഷൊക്കെ അടിച്ച് ഗൺമെറ്റിൽ കടഞ്ഞിട്ടിട്ട് എത്ര വർഷം ആ വണ്ടി ഓടിയിട്ടെന്ന് എല്ലാ ആളുകളും കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് കൂടുതലും അത് 1, 2, 3 വർഷം 4, 5 വർഷം കൊണ്ട് വീണ്ടും എഞ്ചിൻ കൂടുതലായിട്ടും റോങ് ആയിട്ട് ക്ലിയറൻസിലായിട്ട് ഒരു വർഷം കൊണ്ട് 2 വർഷം എഞ്ചിൻ കൊണ്ട് അയക്കേണ്ടി വരും. അപ്പോൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ, ലോങ് ഓടിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും അയക്കേണ്ടി വരും. അയക്കേണ്ട അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള അനുഭവം തിരിച്ചും വരാം, നല്ല ഓടിയ വണ്ടികളുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു വിഷയം ഇത് മാറ്റാനുള്ള കാരണം ആ ഒരു കാരണം പറഞ്ഞിട്ടാണ്. 2 ബെനിഫിറ്റ് ഉണ്ട്, അറിയാലോ. ലെയ്ത്തിന് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ക്യാഷ് ഈ ഒരു സാധനത്തിന് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിത് വാങ്ങിച്ചിട്ട് ഈ സാധനത്തിന് ഈ അസംബ്ലി ഞാൻ ഇത് മാത്രമല്ല ഇത് മാറ്റി, ഇതിൻ്റെ ബുഷ് മാറ്റി പുതിയത് പോയി സാധനമാണ് ഇട്ടത്. അതേമാതിരി കണക്ടറോട് മാറ്റി, കണക്ടറോട് ചെറിയൊരു ഔട്ട് വന്നിട്ടുണ്ട്. ഔട്ട് വരാനുള്ള കാരണം ഇത് വല്ലാതെ അടിച്ച് ഓടിയത് കൊണ്ട് തന്നെ നമുക്കൊരു ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി. ഇതിന് വേണ്ടി 2702 രൂപയാണ് ഈ സാധനത്തിന് വരുന്നത്. അസംബ്ലി കിട്ടും. 3000 രൂപ ചോട മാത്രമേ ഈ ഒരു അസംബ്ലി കംപ്ലീറ്റ് വരുന്നുള്ളൂ. പിന്നെ അതുമാതിരി ഇത് സെറ്റ് ചെയ്യാൻ പല ലൈറ്റിലും പല റേഞ്ചാക്കും 1000-ന്, 1500-ന്, 2000-നൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഓരോ രീതിയിൽ അതൊക്കെ ഓരോ താല്പര്യം. അതൊന്നും നമ്മളൊരു വിഷയമല്ല.
നമ്മൾ ഇത്രയും പിന്നെ പൈസ മുടക്കിയിട്ട് ഒരു വണ്ടി വർക്ക് എടുക്കുന്നത് ഒരു 500 രൂപ കൂടിയോ കുറഞ്ഞോ എന്നുള്ള ഒന്നല്ല അവിടുത്തെ വിഷയം. കാരണം ഈ വർക്ക് പ്രോപ്പർ ആണോ എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ക്ലിയറൻസ് സെറ്റ് ചെയ്യുന്നത്, ബാലൻസിങ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കലാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പം അതാണ് ഒരു വിഷയം. കാരണം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണക്ടറോടും പിന്നീട് ആരും ഒന്നും പറയുന്നത് കേൾക്കേണ്ട. മെക്കാനിക്സ് ശ്രദ്ധിക്കുക, പുതിയ ആൾ ശ്രദ്ധിക്കുക. കണക്ടറോട് പിന്നെ ബെയറിങ് അങ്ങ് വാങ്ങി ഒറിജിനൽ കറക്റ്റ് ക്ലിയറൻസ് നോക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. വണ്ടി അങ്ങ് ഓടിക്കോളൂ, യാതൊരു ടെൻഷനും വേണ്ട. 20 കിലോമീറ്റർ ഓടാൻ പറ്റിയ വണ്ടിയാണ് സി എഞ്ചിൻ പൊതുവെ ആൾക്കാർ പറയുന്നത്. ആ ഒരു വിഷയം ഇതിനുണ്ടാവില്ല. ഇത് കമ്പനി തരുന്ന സാധനത്തിന് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഈ ഒരു സംഗതി ഉണ്ടാവില്ല എന്നുള്ള കാര്യം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ഇത് ഓവർ ടൈറ്റ് ആവുകയോ ഇത് ക്ലിയറൻസ് നോക്കി ഇതിൻ്റെ വേറെ വിഷയങ്ങൾ ഉണ്ടാവുകയോ അതുപോലെ ഏത് മെറ്റലൊക്കെ അടഞ്ഞിട്ട് എന്താ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും എല്ലാവരും സാമ്പത്തിക ലാഭം മാത്രം നോക്കുന്ന ആളുകളെ കൂടുതലും എനിക്ക് ഇപ്പോൾ ഉള്ളൊരു അഭിപ്രായം. സാമ്പത്തിക ലാഭം മാത്രമേ ഈ മേഖലയെ നോക്കുന്നുള്ളൂ. അപ്പോൾ എടുക്കുന്ന വണ്ടികൾ പ്രോപ്പറായിട്ട് ഓടണം എന്നുള്ള കാഴ്ചപ്പാട് വളരെ കുറവാണ്. ഇല്ല എന്നുള്ളതല്ല, വളരെ കുറവാണ്. കുറച്ച് ഓടിയാൽ മതി, അടുത്തുള്ള വീണ്ടും 5 മണിയായി തിരിച്ച് വരണം, അല്ലേ നമ്മളെ വർക്ക്ഷോപ്പിൽ വരുന്ന വണ്ടി വീണ്ടും വരണം, അടുത്ത പണിക്ക് വരണം എന്നുള്ള കാഴ്ചപ്പാടാണ് കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ തോന്നലാണ്, പറയാൻ ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു സംഗതി എല്ലാം ശ്രദ്ധിക്കുക. ഇത് ഒരിക്കലും കടഞ്ഞിടുന്ന നല്ല ലേറ്റ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യോട് പറയാം, അതായത് ഗവൺമെൻറ്റിലൊക്കെ കടഞ്ഞ് കറക്റ്റ് ക്ലിയറൻസ് നോക്കിയിട്ട് ചെയ്യുന്ന ലേറ്റ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലാത്തത് കൊണ്ടും കൂടെയാണ് ഞാൻ പറയുന്നത് ഓൺലി റീപ്ലേസ് ഈ ഒരു കാര്യം. ഓക്കെ, അപ്പം രണ്ടാമത്തെ കാര്യമാണ് ഇത് നമുക്ക് വരുന്നത് 10.400 കണക്ടർ റോഡ്. ഇതിൻ്റെ ഷാഫ്റ്റ് എല്ലാം അടക്കി 10.400 kg വെയിറ്റ് വരുന്ന ക്രാങ്കാണിത്. അപ്പോൾ ചില ആളുകൾ 11 കിലോ ആക്കുന്ന ആളുണ്ട്, ഫ്ലൈ വെയിറ്റ് മാത്രം 10.500 ചെയ്യുന്ന ആളുകളുണ്ട്, 12 കിലോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് നോക്കട്ടോ, കോൾഡും പനിയൊക്കെയാണ് അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം ഈ ക്രാങ്കിൻ്റെ കേസ് ഫില്ലായിട്ടാണ് കിടക്കുന്നത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 4-5 mm മാത്രമേ ഇതിൻ്റെ തിക്നെസ്സിന് ഈ ഒരു ഗ്യാപ്പ് ഉള്ളൂ. അപ്പോൾ ഇതിൽ കറങ്ങിയിട്ട് കറക്റ്റ് സിലിണ്ടർ ബോളൊക്കെ നനയ്ക്കാനുള്ള ഓയിൽ ശരിക്കും നനയ്ക്കാനുള്ള ഒരു ഗ്യാപ്പാണ് ഇതിൽ ശരിക്കും കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനോ ഉള്ള ഒരു ഗ്യാപ്പ് ഇതിലുണ്ട്. നമ്മളിത് ക്രാങ്ക് വെയിറ്റ് കൂട്ടണമെങ്കിൽ ഇവിടെ പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പട്ട വെച്ച് വെൽഡ് ചെയ്ത് കൂട്ടിയെടുക്കുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന കാര്യം നോക്കണം, ഈ ക്രാങ്ക് കേസ് അടക്കി ബോർ ചെയ്യും. അങ്ങനെ സൈഡ് തട്ടുന്ന ഭാഗങ്ങൾ ക്രാങ്ക് കേസ് അടക്കി ബോർ ചെയ്തിട്ടാണ് ഈ ഹെവി ക്രാങ്ക് വണ്ടി കയറ്റുന്നത്. വണ്ടി ഇത്ര തിക്നെസ് ആയി സാധനത്തിനുള്ളത്. ഇതിൻ്റെ പകുതിയൊക്കെയാണ് ബോർ ചെയ്ത് കളഞ്ഞ ജസ്റ്റ് ഒരു കണ്ടി റോട്ടിലൂടെ ഓടുന്ന വണ്ടിയാണ്. ജസ്റ്റ് ചെറിയൊരു ചേറിൽ വന്ന് അടിച്ചാൽ മതിയാവും എഞ്ചിൻ കേസ് പൊട്ടാൻ. അപ്പോൾ അതൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്ന വിഷയം. എൻ്റെ വണ്ടി ഹെവി ക്രാങ്ക് വേണം, 10.5 വേണം, 12.5 വേണം. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ഇങ്ങനെ ക്രാങ്ക് വെയിറ്റ് ഓവർ കൂട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി ഓടൂല, നടക്കും എന്ന് പറയാം. വണ്ടി ത്രോട്ടിൽ കൊടുത്ത വണ്ടി അങ്ങ് വലിക്കൂല, നടക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഗതി ഉണ്ടല്ലോ, മാക്സിമം ക്രാങ്ക് വെയിറ്റ് കൂട്ടാൻ താല്പര്യമുള്ള ആളുകൾ, എൻ്റെ ഒരു അഭിപ്രായം പറയാം, നിങ്ങൾ റിസ്കിനൊന്നും നിൽക്കണ്ട. ഒരു 6-7-8 രൂപ മാത്രമേ നമ്മൾ ഇത്രയും പൈസ മുടക്കുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 10 സംതിങ് ആണ് ക്രാങ്ക് വെയിറ്റ് ഒറിജിനൽ അസംബ്ലിക്ക് തന്നെ വരുന്നത്. ഈ സാധനം അങ്ങ് വാങ്ങിച്ചിടുക കേട്ടോ. ഈ സാധനം അങ്ങ് വാങ്ങിച്ചിടുക. നിങ്ങൾ ക്രാങ്ക് സെറ്റ് ചെയ്യാനോ ലൈറ്റ് കൊടുക്കാനോ ഒന്നിനും ഒരു പണിക്കും നിൽക്കേണ്ട. ഈ സാധനം അങ്ങ് വാങ്ങിച്ച് അങ്ങ് സെറ്റ് ചെയ്യുക. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ലോ എൻഡ് ടോർക്ക് കിട്ടും ഈ ഒരു സംഗതി സെറ്റ് ചെയ്ത്. പക്ഷേ ഈ ക്രാങ്ക് വെയിറ്റ് കൂട്ടിക്കൊണ്ട് മാത്രം ലോ എൻഡ് ടോർക്ക് കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ ഉണ്ടാവില്ല കേട്ടോ. ലോ എൻഡ് ക്രാങ്ക് വെയിറ്റ് കൂട്ടിക്കൊണ്ട് അങ്ങനെയാണ് 2005 വണ്ടി മുതൽ 9 വരെയുള്ള വണ്ടികൾ 30-20 നടക്കണ വണ്ടി. പക്ഷെ അത് ചെയ്യില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓരോ കാര്യങ്ങൾ ടൈമിങ് കറക്റ്റ് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. കാർബറേറ്ററിൻ്റെ ജെറ്റ് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ പ്ലേറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം കറക്റ്റായിട്ട് എന്താണോ സെറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ മാത്രമേ നമുക്ക് ക്രാങ്ക് ഹെവി ക്രാങ്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലോ എൻഡ് ടോർക്കിൽ 30-ലും 20-ലും 25-ലൊക്കെ ഓടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണ് വീഡിയോ ഞാൻ ഈ പ്രത്യേകിച്ച് എടുക്കാനുള്ള കാരണം, പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്രാങ്ക് വെയിറ്റ് കൂട്ടുക എന്നുള്ള ധാരണയുള്ള ആളുകൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം, പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫിറ്റായിട്ട് വണ്ടി നിങ്ങൾ ഓടുകയും ചെയ്യും, ലോങ് ഓടാനും എല്ലാത്തിനും പറ്റി യാതൊരു ടെൻഷനില്ലാതെ ചെയ്യാൻ പറ്റുന്ന സംഗതി ഈ ക്രാങ്ക് അങ്ങ് മാറ്റിയിടുക എന്നുള്ള. എന്തായാലും നിങ്ങൾ എഞ്ചിൻ അയച്ച് 30-40 മുടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ റിസ്ക് നിൽക്കണ്ട. ഈ ക്രാങ്ക് മാറ്റിയിടുക, സിലിണ്ടർ ബോർ ചെയ്യാതിരിക്കുക. കയ്യിൽ നിന്ന് ബോർ ചെയ്യുന്ന യാതൊരു കുഴപ്പമില്ല. 20-40 വരെ കമ്പനി ബോറിങ് അനുവദനീയമായിരുന്നു.
പക്ഷേ എന്തുകൊണ്ടോ ബോറിംഗ് ഇപ്പം കറക്റ്റ് ക്ലിയറൻസ് ഇട്ടിട്ടൊന്നല്ല ശരിക്കും സിലിണ്ടർ ബോർ ചെയ്യുന്നത്. അതൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ആ പിസ്റ്റണിലെ ക്ലിയറൻസും കുറവാണ് ബോർ ചെയ്യുമ്പോൾ. ചെയ്യുന്ന ആളുകളുണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല, റിസ്ക് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് സിലിണ്ടർ കിറ്റും പുതിയ വാങ്ങിച്ചിടുക. അപ്പോൾ നിങ്ങളെ വണ്ടി ആ ക്രാങ്ക് വെയിറ്റിൻ്റെ എല്ലാ എഫക്റ്റും, ക്ലച്ചിൻ്റെ സെറ്റിങ് നല്ലോണം ശ്രദ്ധിക്കുക. ക്ലച്ച് പ്ലേറ്റ് ഡിസ്പ്ലേൻ്റെ മുമ്പിലൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ട് ക്ലച്ച് ശ്രദ്ധിക്കുക, ടൈമിങ് ശ്രദ്ധിക്കുക, പിന്നെ ചെയിൻ്റെ ഫ്രീ പ്ലേ ശ്രദ്ധിക്കുക, അതേമാതിരി ടൈമിങ്, പിന്നെ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ്, കാർബറേറ്ററിൻ്റെ ട്യൂണിങ്, കാർബറേറ്ററിൻ്റെ ജെറ്റ്, ഇതിലൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തെടുത്താൽ തന്നെ നിങ്ങൾ ആ വണ്ടി സ്ലോയിൽ ഓടുള്ളൂ. അതും കൂടി വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതാണ് ക്രാങ്ക് വെയിറ്റിനെ കുറിച്ച്. ക്രാങ്ക് വെയിറ്റ് മാറ്റാൻ ആഗ്രഹമുള്ള ആൾ ചുരുക്കി പറഞ്ഞ് ഈ സാധനം എടുത്തങ്ങ് മാറ്റി സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന് ആ വലിയ വില കൊടുത്ത് 2009 വണ്ടി വാങ്ങിക്കേണ്ട കാര്യമില്ല. ഈ സാധനമൊക്കെ ഓക്കെയാണ്, എല്ലാം സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.